പോലീസ് സ്റ്റേഷനിലെ ടിവിയിലൂടെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച മേഘ്ന കൊലപാതക കേസിലെ 3 പ്രതികൾ ജയിൽ ചാടിയ വിവരം ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ACP നരസിംഹം അറിയുന്നു. ഉടൻ തന്നെ മറ്റു ഉദ്യോഗസ്ഥരെ വിളിച്ച് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ ഏർപ്പാടാക്കി. എന്നാൽ ആ കുറ്റവാളികൾ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കയറിയത് വളരെ ഫേമസ് ആയ ആർട്ട് ഫിലിം മേക്കർ രാഹുലിന്റെ വീട്ടിലായിരുന്നു. എന്നാൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന ഭാര്യ എന്തോ ശബ്ദം കേട്ട് റൂമിൽ പോയി നോക്കിയപ്പോൾ കണ്ടത് ഈ 3 കുറ്റവാളികളെ ആയിരുന്നു. അവൾ പേടിച്ച് ഓടാൻ ശ്രമിച്ചെങ്കിലും അവർ അവളെ ഭീഷണിപ്പെടുത്തി. ഇതേ സമയം കോളിംഗ് ബെൽ കേട്ട് വിദ്യ തന്റെ ഹസ്ബൻഡ് രാഹുൽ ആയിരിക്കുമെന്ന് അവരോട് പറഞ്ഞ് പേടിച്ച് ഡോർ തുറന്നു. എന്നാൽ ഇതേ സമയം ആ 3 പേരും മുകളിലത്തെ റൂമിൽ ചെന്ന് ഒരു അലമാരയിൽ ഒളിക്കാൻ ഡോർ തുറന്നതും അതിൽ നിന്നും ഒരു ഡെഡ് ബോഡി പുറത്തേക്ക് വീണു. സൗണ്ട് കേട്ട് വിദ്യ അവിടെ എത്തി. സത്യത്തിൽ അത് വിദ്യയുടെ ഹസ്ബൻഡ് രാഹുൽ ആയിരുന്നു. അവൾ ആ 4 പേരെയും അവിടെ ആക്കിയിട്ട് താഴെ വന്ന് ഡോർ തുറന്നു. അത് അപ്പുറത്തെ വീട്ടിലെ ഒരു ശല്യക്കാരനായിരുന്നു. രാഹുൽ വീട്ടിൽ ഇല്ലെന്നറിഞ്ഞ് വന്നതായിരുന്നു അയാൾ. ഒരുവിധം വിദ്യ അയാളെ പുറത്താക്കി. പിന്നീട് ആ 3 പേരും കാര്യം തിരക്കിയപ്പോൾ അവളാണ് രാഹുലിനെ കൊന്നതെന്ന് അവരോട് പറഞ്ഞു. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കുന്ന ആളാണ് രാഹുൽ. ഒത്തിരി പെൺകുട്ടികൾ അയാളെ പ്രപ്പോസ് ചെയ്തെങ്കിലും രാഹുൽ നോ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാഹുൽ വിദ്യയെ കണ്ട് അവളെ ഇഷ്ടപ്പെട്ടു. വിദ്യ ഒരു അനാഥാലയത്തിലെ പെൺകുട്ടിയായിരുന്നു. അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി രാഹുൽ വലിയ തുക ഡൊണേറ്റ് ചെയ്ത് അവർക്ക് ഫുഡൊക്കെ വെച്ചു കൊടുത്തു. അവസാനം അനാഥാലയത്തിലുള്ള എല്ലാവരും വിദ്യയും ഒക്കെ കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വിദ്യ രാഹുലിന്റെ ബെഡിൽ കാണാത്തപ്പോൾ അവിടെയൊക്കെ നോക്കി. അയാൾ ഒരു റൂമിലിരുന്ന് അന്നത്തെ തന്റെ ഭാര്യയുമൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ അവൾ അറിയാതെ റെക്കോർഡ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിദ്യ അയാളെ ചീത്ത പറഞ്ഞെങ്കിലും അയാൾ കള്ളങ്ങൾ പറഞ്ഞ് കാലു പിടിച്ചും അവളെ തൃപ്തിപ്പെടുത്തി. അടുത്ത ദിവസം വിദ്യയും രാഹുലും പുറത്തു പോയപ്പോൾ വിദ്യയുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. എന്നാൽ രാഹുലിന് അവരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാഹുൽ അവരോട് വളരെ മോശമായി പെരുമാറി. അടുത്ത ദിവസം രാഹുലിനെ തന്റെ മാനേജർ മകളെയും കൊണ്ട് അവരെ കാണാൻ വന്നു. ആ കുട്ടിക്ക് ക്യാൻസർ ആയിരുന്നു. ചികിത്സയ്ക്കായി 25 ലക്ഷം വേണം. സഹായം അഭ്യർത്ഥിച്ചു വന്ന മാനേജറിന് രാഹുൽ പൈസ കൊടുക്കാതെ നാണം കെടുത്തു വിട്ടു. വിദ്യക്ക് രാഹുലിന്റെ ഈ പ്രവർത്തികൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത ദിവസം നല്ലൊരു മോഡലിനെ കൊടുക്കാത്തത് കൊണ്ട് രാഹുലിനെ ഓണർ ചീത്ത പറയുന്നുണ്ട്. നല്ലൊരു മോഡലിനെ കൊടുത്തില്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നയാൾ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യത്തിൽ വീട്ടിലെത്തിയ രാഹുൽ കണ്ടത് മുൻപിൽ നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന വിദ്യയെയാണ്. താൻ പ്രഗ്നന്റ് ആണെന്ന സന്തോഷ വാർത്ത അവൾ അയാളെ അറിയിച്ചു. ഇത് കേട്ട രാഹുൽ ഭയങ്കര ഹാപ്പിയായി. എന്നാൽ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഇതൊരു നോർമൽ പ്രഗ്നൻസി അല്ലെന്നും ഇത് കണ്ടിന്യൂ ചെയ്തു പോയാൽ അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് ആണെന്നും അബോർഷൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. വിദ്യക്ക് സങ്കടം സഹിക്കാൻ കഴിയില്ല. എങ്കിലും അവൾ അബോർഷന് സമ്മതിച്ചു. വിദ്യ ഹോസ്പിറ്റലിലാക്കിയിട്ട് രാഹുൽ തന്നെ ചീത്ത പറഞ്ഞ ഓഫീസറിനെ കാണാൻ പോയി. അവൻ വിദ്യയുടെ ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇവളെ മോഡലാക്കാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അയാൾക്ക് വിദ്യ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ വിദ്യയോട് അവിടെ വന്ന നഴ്സ് പറഞ്ഞാണ് അവൾ അറിഞ്ഞത് അവളുടെ ഗർഭപാത്രം പൂർണ്ണമായും എടുത്തു കളഞ്ഞെന്നും. ഇത് കേട്ട വിദ്യ അന്തം വിട്ടു. രാഹുൽ വിദ്യയെ ചതിക്കുകയായിരുന്നു. ഒരു മോഡലാക്കാൻ വേണ്ടി അയാൾ അവളുടെ ഗർഭപാത്രം നീക്കം ചെയ്യാനായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടറിനെ കൊണ്ട് കള്ളം പറയിച്ചത്. തിരികെ വീട്ടിലെത്തിയ വിദ്യ രാഹുലിനെ ചോദ്യം ചെയ്തപ്പോൾ അവളുടെ ശരീരഭംഗിയും സൗന്ദര്യവും പോകാതിരിക്കാനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് തന്റെ ആവശ്യവും രാഹുൽ പറഞ്ഞു. അയാൾക്ക് വേണ്ടി ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് കൂടി എടുക്കണം. പറ്റില്ല എന്ന് പറഞ്ഞ വിദ്യയുടെ മുൻപിൽ രാഹുൽ അവരുടെ ഫസ്റ്റ് നൈറ്റിലെ അയാൾ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിച്ചിട്ട് ന്യൂഡ് ഫോട്ടോഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞു. വിദ്യ ഇക്കാര്യം തന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അവർ രാഹുലിനെ ചീത്ത പറഞ്ഞു. രാഹുലിന്റെ മാനേജറും കൂടെ ഉണ്ടായിരുന്നു. രാഹുൽ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്ന പാവത്തനായിരുന്നു മാനേജർ. ഒന്നും രണ്ടും പറഞ്ഞു രാഹുലും ഗണേഷും അടിയായി. അവസാനം വിദ്യ ഗണേഷിനോട് പോകാൻ പറഞ്ഞു. എന്നാൽ അടികൊണ്ട് അവശനിലയിലായ രാഹുൽ ഗണേഷ് ഒക്കെ പോയ ശേഷം കത്തിയെടുത്ത് വിദ്യയെ കൊല്ലാൻ എന്നാൽ വിദ്യയുടെ കയ്യിൽ നിന്ന് അറിയാതെ രാഹുലിന് കുത്തേറ്റു. ഇത്രയും കഥ വിദ്യ ആ 3 പേരോടുമായി പറഞ്ഞു. അപ്പോഴേക്കും മുകളിലെ കർട്ടനിൽ തീ പിടിച്ചത് കണ്ട് അവർ 4 പേരും അങ്ങോട്ടേക്ക് പോയി. എന്നാൽ വീടിന്റെ പുറത്ത് മാനേജർ നിൽക്കുന്നുണ്ടായിരുന്നു. വിദ്യയുടെ മനസാക്ഷി തോന്നിയ ആ 3 പേരും കൂടി രാഹുലിനെ തന്റെ ഫാം ഹൗസിലേക്ക് അവന്റെ ബോഡി കൊണ്ടുപോയി കത്തിച്ചിട്ട് തെളിവുകൾ നശിപ്പിക്കുമെന്നും അവിടുന്ന് അവർക്ക് രക്ഷപ്പെടാമെന്നും പറഞ്ഞു. എന്നാൽ പോകുന്ന വഴിക്ക് ഈ 3 പേർക്കും വേണ്ടിയുള്ള ചെക്കിംഗ് നടക്കുകയായിരുന്നു. എന്നാൽ വിദ്യ ഒരു പോലീസുകാരനോട് താൻ അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടയക്കാൻ പോലീസ് പറഞ്ഞപ്പോൾ വിദ്യ പിന്നെയും പെട്ടു. എന്നാൽ സെർച്ച് ചെയ്യാൻ വന്നപ്പോൾ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു. എന്നിട്ട് വിദ്യയെ പറഞ്ഞയച്ചു. ശേഷം അവർ 4 പേരും ചേർന്ന് രാഹുലിന്റെ ബോഡി ദഹിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ വിദ്യയ്ക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നു. അയാൾ ഡെഡ് ബോഡി കത്തിച്ചു കളയലെന്നിങ്ങനെ ചെറിയ സൂചനകൾ പറഞ്ഞ് വിദ്യയെ പേടിപ്പിച്ചിട്ട് 25 ലക്ഷം കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും കോളിംഗ് ബെൽ കേട്ട് ഡോർ തുറന്നു നോക്കിയപ്പോൾ മാനേജറിനെ ആയിരുന്നു കണ്ടതവൾ. കഴിഞ്ഞ ദിവസം വഴക്കിനിടയിൽ രാഹുൽ തന്നെ ഏൽപ്പിച്ച ഫോൺ തിരികെ കൊടുക്കാനായിരുന്നു മാനേജർ വന്നത്. 25 ലക്ഷം എന്ന് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിൽ വന്നത് മകളുടെ ചികിത്സയ്ക്കായി രാഹുലിനോട് പൈസ കടം ചോദിച്ച മാനേജറിന്റെ മുഖമായിരുന്നു. അയാൾ ആയിരിക്കുമെന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്തു. അവൾ പണം കൊടുക്കുന്നതിനിടെ മുഖംമൂടി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരും അവിടെ എത്തിയിരുന്നു.
അവർ മുഖംമൂടി മാറ്റിയപ്പോൾ തലേ ദിവസം തന്നെ ചെക്കിങ്ങിൽ നിന്നും രക്ഷിച്ച പോലീസുകാരനെയാണ് അവൾ കണ്ടത്. അയാൾ തലേ ദിവസം വിദ്യ പോയതിന്റെ പിന്നാലെ വണ്ടിയും എടുത്ത് അവളെ ഫോളോ ചെയ്തിരുന്നു. ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ശ്രദ്ധിച്ചിരുന്നു. AC നരസിംഹ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ആ കാറിന്റെ ഡിക്കിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ വിദ്യയുടെ പേടിയും പരിഭ്രമവും കണ്ടപ്പോഴാണ് പന്തികേട് തോന്നിയത്. അതുകൊണ്ടാണ് ഫോളോ ചെയ്തു പോയത്. അങ്ങനെ അയാൾക്ക് കാര്യം പിടികിട്ടി. എന്നാൽ ഫേമസ് ആഡ് ഫിലിം മേക്കർ ആയ രാഹുൽ ആണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ മുതലാക്കി അയാൾ അവളോട് 25 ലക്ഷം ചോദിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന നരസിംഹ അയാളെ റിമാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ശേഷം അയാൾ വിദ്യയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവളാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചു. എന്നാൽ അപ്പോഴേക്കും വിദ്യയുടെ ഫ്രണ്ട്സും സ്റ്റേഷനിൽ എത്തിയിരുന്നു. കൂട്ടുകാരൻ വിദ്യയോട് ചോദിച്ചപ്പോൾ അവനാണ് കൊന്നതെന്നും കേസ് വന്നാൽ നിന്റെ കരിയറിനെ അത് ബാധിക്കും, അതുകൊണ്ടാണ് അവൾ കുറ്റം ഏറ്റെടുത്തതെന്നും അവൾ അവനോട് പറഞ്ഞു. രാഹുലിനെ കൊന്നിട്ട് അവൻ മതിൽ ചാടി പോകുന്നത് വിദ്യ കണ്ടെന്ന് പറഞ്ഞപ്പോൾ താനല്ല അത് ചെയ്തതെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ വിദ്യ ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു വിദ്യ കുറ്റം ഏറ്റെടുത്തത്. പിന്നെ ആരാണ് രാഹുലിനെ കൊന്നിട്ട് മതിൽ ചാടി പോയതെന്ന് വിദ്യക്ക് മനസ്സിലായില്ല. ഇതെല്ലാം അവരറിയാതെ കേട്ടുനിന്ന ACP കഴിഞ്ഞ ദിവസം നടന്ന യഥാർത്ഥ സംഭവം വിശദീകരിക്കാൻ പറഞ്ഞു. രാഹുലിനെ വിദ്യ കുത്തിയിരുന്നില്ല. അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വിദ്യ റൂമിൽ കയറി കഥ കടച്ചു. കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതിരുന്ന അവൾ നോക്കിയപ്പോൾ രാഹുലിനെ ആരോ കുത്തി കൊല്ലപ്പെടുത്തിയിരിക്കുന്നു. സൗണ്ട് കേട്ട് പുറത്തേക്ക് നോക്കി അവൾ ആരോ മതിൽ ചാടി പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. അത് തന്റെ ഫ്രണ്ട് ആയിരിക്കുമെന്ന് വിദ്യ കരുതി. ശേഷം അവൾ ബോഡി ആരും കാണാതെ ഇരിക്കാൻ അലമാരിയിൽ വെച്ച ശേഷം അവിടെയെല്ലാം ക്ലീൻ ചെയ്തു. തെളിവുകളൊക്കെ പരിശോധിച്ച ശേഷം കത്തിയിൽ ഉണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും അവരുടെ ഫിംഗർ പ്രിന്റും മാച്ച് അല്ല എന്ന് തെളിഞ്ഞു. മറ്റാരെങ്കിലും ആ വഴക്കിനിടയിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മാനേജർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ വെച്ച് അയാളെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ നരസിംഹ ഉറപ്പിച്ചു മാനേജർ ആയിരിക്കും കൊലപാതകം ചെയ്തതെന്ന്. വിദ്യയും കൂട്ടുകാരും കുറ്റവാളികളല്ല എന്ന് തെളിഞ്ഞതുകൊണ്ട് തൽക്കാലം അവരെ പറഞ്ഞയച്ചു. വീട്ടിലെത്തിയ വിദ്യ എന്തോ പന്തികേട് തോന്നി രാഹുലിന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ അതിൽ ACP നരസിംഹന്റെ മെസ്സേജ് കണ്ടു. അവൾ ഉടനെ തന്നെ ACP നരസിംഹനും രാഹുലും തമ്മിലുള്ള കണക്ഷൻ നോക്കി. എന്നിട്ട് അവൾ നേരെ പോയത് നരസിംഹന്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ അവിടെ അവൾ കണ്ടത് കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയ ആ 3 പ്രതികളെ ആയിരുന്നു. അവൾ അവരോട് ACPയും രാഹുലും ഇവരും തമ്മിലുള്ള ബന്ധം ചോദിച്ചു. കാരണം വിദ്യ രാഹുലിന്റെ ഫോണിൽ കണ്ട മെസ്സേജ് മേഘ്ന കേസിലെ പ്രതികൾ പുറത്തിറങ്ങി സൂക്ഷിക്കണമെന്ന് ACP നരസിംഹ അയച്ചതായിരുന്നു. ഇത് കേട്ട ആ 3 പേരും വിദ്യയോട് തങ്ങളുടെ സ്റ്റോറി പറഞ്ഞു. ഇവർ 3 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. അവരിൽ ഒരാളുടെ ലവർ ആയിരുന്നു മേഘ്ന. അവളുടെ ഡ്രീം ആയിരുന്നു മോഡൽ ആകണം എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം രാഹുൽ മോഡലിനെ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ മേഘ്ന സെലക്ട് ആയി. സന്തോഷം കൊണ്ട് അവർ 4 പേരും കൂടിയാണ് രാഹുലിന്റെ ഓഫീസിലേക്ക് പോയത്. എന്നാൽ അകത്തേക്ക് കയറിയ മേഘ്നയോട് രാഹുൽ ന്യൂഡ് ഫോട്ടോഷൂട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മേഘ്ന അത് സമ്മതിച്ചില്ല. അവിടെ വെച്ച് രാഹുലും മേഘ്നയും വഴക്കായി. ബഹളം കേട്ട് ഓടി വന്ന ഫ്രണ്ട്സ് കണ്ടത് മരിച്ചു കിടക്കുന്ന മേഘ്നയാണ്. ദേഷ്യം വന്ന അവളുടെ ഫ്രണ്ട് രാഹുലിനെ അടിക്കാൻ ചെന്നെങ്കിലും പെട്ടെന്ന് പിന്നിൽ നിന്ന് മറ്റൊരാൾ അവരെ അടിച്ചു വീഴ്ത്തി. അത് മറ്റാരുമായിരുന്നില്ല, ACP നരസിംഹ ആയിരുന്നു. ACP നരസിംഹയും രാഹുലും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. 3 പേരെയും അടിച്ച് ബോധം കെടുത്തിയ ശേഷം നരസിംഹ അവരുടെ ശരീരത്തിൽ മയക്കുമരുന്നും മറ്റും കുത്തിവെച്ചു. എന്നിട്ട് എല്ലാവരെയും ചേർത്ത് കിടത്തി ഫോട്ടോ എടുത്തു. മറ്റൊന്നിനുമല്ലായിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം മേഘ്നയെ പീഡിപ്പിച്ചു കൊന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു അത്. അങ്ങനെയാണ് നരസിംഹയും രാഹുലും ഇവരും 3 പേരെയും പ്രതികളാക്കിയത്. അതൊക്കെ കഴിഞ്ഞ് രാഹുൽ മരിക്കുന്ന അന്ന് രാത്രി അവന്റെ വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ 3 പേരും ആ വീട്ടിനുള്ളിൽ കടന്നത്. വിദ്യയുമായി വഴക്കിട്ട് വിദ്യയുടെ റൂം തുറക്കാതിരുന്നപ്പോൾ താഴെ വന്ന് കമ്പിയെടുത്ത് മുകളിലേക്ക് പോകാൻ ഒരുങ്ങിയ രാഹുലിനെ അവരായിരുന്നു കുത്തിക്കൊന്നത്. അതിനുശേഷമാണ് വിദ്യ ആ വീടിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്ന് ഇവര് 3 പേരെ കാണുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന ACP നരസിംഹ വിദ്യയുടെ കയ്യിൽ ഷൂട്ട് ചെയ്തു. അയാൾക്കറിയാമായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ഇവരാണ് രാഹുലിനെ കൊന്നതെന്ന്. പിന്നീട് നരസിംഹനും അവരും തമ്മിൽ ഫൈറ്റായി. അതിന്റെ അവസാനം നരസിംഹനെ അവർ കൊല്ലുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വിദ്യ രാഹുലിന്റെ മാനേജറിനെ കാണാൻ പോയി. ആ കുട്ടിയുടെ ചികിത്സാ ചെലവിന് 25 ലക്ഷം കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് മാനേജർ മറ്റൊരു കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ വിദ്യയുടെ ഫ്രണ്ടും രാഹുലും തമ്മിലുള്ള വഴക്കിനിടയിൽ മാനേജർ ആരും കാണാതെ ലോക്കർ തുറന്ന് 25 ലക്ഷം എടുക്കാൻ ശ്രമിച്ചെങ്കിലും ലോക്കർ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ഇരുന്ന് കുറെ നേരം ലോക്കർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. സംഭവം നടക്കാതെ വന്നപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആ 3 പ്രതികൾ രാഹുലിനെ കൊല്ലുന്നത് അയാൾ കണ്ടത്. എന്നാൽ പേടിച്ച മാനേജർ അവരെ ശ്രദ്ധ തിരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ആയിരുന്നു മുകളിലത്തെ കർട്ടനിൽ തീ കൊളുത്തിയതും രക്ഷപ്പെട്ടതും. പേടി കാരണമായിരുന്നു അയാൾ പോലീസ് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നത്. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും ദിവ്യയ്ക്ക് നടന്ന സംഭവങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിദ്യ തിരികെ തന്റെ പഴയ മനസ്സമാധാനം മാത്രം ഉള്ള സ്ഥലത്തേക്ക് തിരികെ പോയി.